ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റം മോഡലിംഗ്. നമ്മൾ ഓൾറെഡി റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു, റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് കണ്ടു, റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ വേരിയസ് സ്റ്റെപ്സ് കണ്ടു, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ആഫ്റ്റർ റിക്വയർമെൻറ്റ് നെക്സ്റ്റ് വി ഹാവ് ടു മോഡൽ സിസ്റ്റം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡമ്മി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് നമുക്കിതിൽ വേരിയസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ്, സിസ്റ്റം മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അത് ഓരോന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ system modeling is the process of developing abstract models of a system, with each model presenting a different view or perspective of that system. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ സിസ്റ്റത്തിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവില്ല അല്ലേ, വേണ്ട സാധനം മാത്രം, അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ സിസ്റ്റം മോഡലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിലെന്താണ്, സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് ആയിരിക്കും ഈ മോഡലിൽ നമ്മൾ represent ചെയ്യുക. And system modeling now usually means representing a system using some kind of graphical notation based on diagrams types in the UML. അപ്പോൾ നോർമലി നമ്മളിവിടെ സിസ്റ്റം മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് UML എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ഉണ്ട്, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുക. ഈ UML എന്താ ചെയ്യണമെന്ന്, UML എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സംഭവത്തിൻ്റെയും ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് UML എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഇവിടെ നമ്മൾ സിസ്റ്റം മോഡലിങ്ങിന് എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള UML ഡയഗ്രാംസ് വെച്ചിട്ട് ഈ സിസ്റ്റത്തിനെ മോഡൽ ചെയ്യാണ് നോർമലി നമ്മൾ ചെയ്യാറ്. ഓക്കെ, models are used during the requirement engineering process to help derive the detailed requirement for a system during the design process, to describe the system to engineers implementing the system, and after implementation to document the system structure and operation. അതുപോലെ തന്നെ ഈ സിസ്റ്റം മോഡൽ നമ്മൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ഫേസിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു മോഡൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ എൻജിനീയേഴ്സ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, നമ്മളവിടെ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പറേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ സിസ്റ്റം മോഡൽസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡൽസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞുതരാം. യു മേ ഡെവലപ്പ് മോഡൽസ് ഓഫ് ബോത്ത് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് ദ സിസ്റ്റം ടു ബി ഡെവലപ്പ്. നമ്മൾ രണ്ട് ടൈപ്പ് മോഡൽസ് ഉണ്ടാക്കും. ഒന്ന് എക്സിസ്റ്റിംഗ്, നമുക്കറിയാം നമുക്കൊരു എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്കൊരു പ്രപ്പോസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ന്യൂ സിസ്റ്റം അതും ഉണ്ടാവും അല്ലേ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ രണ്ട് ടൈപ്പ് നിർബന്ധമില്ല, ബട്ട് വി മേ ക്രിയേറ്റ് അല്ലെങ്കിൽ വി മേ develop models of two types of system, the existing system and proposed system. existing system മോഡൽസ് ഉണ്ടാക്കും ചില കേസിൽ, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗിന് പ്രപ്പോസ്ഡിന് മോഡൽസ് ഉണ്ടാക്കും. ഓക്കെ, മോഡൽസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം നമ്മളിപ്പോൾ ഓരോന്നിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയണം കേട്ടോ. സോ മോഡൽസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ആർ യൂസ് ഡ്യൂറിങ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ദേ ഹെൽപ്പ് ക്ലാരിഫൈ വാട്ട് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഡസ് ആൻഡ് ദേ ക്യാൻ ബി യൂസ് ടു ഫോക്കസ് എ സ്റ്റേക്ക് ഹോൾഡർ ഡിസ്കഷൻ ഓൺ ഇറ്റ്സ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി എന്തുണ്ടാക്കുന്നത്, നമ്മൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ മോഡൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് മോഡൽസ് ഓഫ് ദ ന്യൂ സിസ്റ്റം. നമുക്കറിയാലോ ഒരു പുതിയ സിസ്റ്റം മോഡൽ നമ്മൾ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ യൂസേഴ്സിന് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ, ഹൗ ദേ വർക്ക്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യാൻ പോകുന്നത്, അതെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മൾ ജസ്റ്റ് പറയുന്നതിന് പകരം അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും യൂസേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അതിനാണ് നമ്മൾ ഈ രണ്ടാമത് നോക്കാം. മോഡൽസ് ഓഫ് ദ ന്യൂ സിസ്റ്റം ആർ യൂസ് ഡ്യൂറിങ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ടു ഹെൽപ്പ് എക്സ്പ്ലെയിൻ ദി proposed requirement to other system stakeholders. Engineers use these models to discuss design proposal and to document the system for implementation. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്ന് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എങ്ങനെയാണ് എന്നുള്ളത്
മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും. രണ്ടാമത് എൻജിനീയേഴ്സ് യൂസ് ചെയ്യും. എൻജിനീയേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഇംപ്ലിമെൻറ്റ്, ഈ ഓരോ സാധനങ്ങളും എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവർ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യും, പ്രപ്പോസ് സിസ്റ്റത്തിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോഡൽസ് ഉണ്ടാക്കുക നമ്മൾ നോർമലി either എന്താ ഉണ്ടാക്കുക, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടാക്കും, അതുപോലെ പ്രപ്പോസ് സിസ്റ്റത്തിന്, രണ്ടിൻ്റെയും ഉണ്ടാക്കുന്ന കേസുണ്ട്. ചിലർ പ്രപ്പോസ്ഡിൻ്റെ മാത്രമേ ഉണ്ടാക്കുള്ളൂ, ചിലർ എക്സിസ്റ്റിംഗും ഉണ്ടാക്കും പ്രപ്പോസ്ഡിൻ്റെയും, രണ്ടിൻ്റെയും മോഡൽ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ ഓക്കെ പറഞ്ഞാൽ യു മേ ഡെവലപ്പ്, ഞാൻ വേണ്ടത് മാത്രം കാണിക്കുകയാണ് കേട്ടോ. യു മേ ഡെവലപ്പ് ഡിഫറെൻറ്റ് മോഡൽസ് ടു റെപ്രസെൻറ്റ് ദ സിസ്റ്റം ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് മോഡൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഓരോ പെർസ്പെക്റ്റീവ് നിന്നും നമുക്ക് സിസ്റ്റത്തിന്, ഓരോ വ്യൂ നിന്നും സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോന്ന് പറഞ്ഞുതരാം. ആൻ എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് യു മോഡൽ ദ കോണ്ടെക്സ്റ്റ് ഓർ എൻവയൺമെൻറ്റ് ഓഫ് ദ സിസ്റ്റം. ഒരു വ്യൂ ആണ് എക്സ്റ്റേണൽ. അതിലെന്താ ഉണ്ടാവുക, ജസ്റ്റ് ആ ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ എൻവയൺമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആൻ ഇൻറ്ററാക്ഷൻ പെർസ്പെക്റ്റീവ് where you model the interaction between a system and its environment or between the components of a system. ഈ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് അല്ലേ, ഫോർ ഇൻറ്ററാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ സിസ്റ്റവും എൻവയൺമെൻറ്റും ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ്, അതുപോലെ സിസ്റ്റത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കമ്പണൻസിൻ്റെ ഇടയിലുള്ള ഇൻറ്ററാക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇൻറ്ററാക്ഷൻ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് where you model the organization of a system or the structure of the data processed by the system. ഇതിൽ എന്താ ഉണ്ടാകുന്നത്, സിസ്റ്റം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡാറ്റ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, സിസ്റ്റത്തിനുള്ളിൽ പ്രോസസ്സ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ തന്നെ ഉണ്ടല്ലോ അല്ലേ ടേം, ഹൗ ദ സിസ്റ്റം അല്ലെങ്കിൽ വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം, എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഡാറ്റ അതിനുള്ളിൽ പ്രോസസ്സ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിൽ ഉണ്ടാവുക. ആൻഡ് ഫൈനലി ദ ഫോർത്ത് വൺ ഇസ് ദ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ആൻഡ് where you model the dynamic behavior of the system and how it respond to event. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിസ്റ്റം എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് കാണിക്കുന്നതാണ് എന്ത്, നമ്മുടെ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്. ഇതിലെന്താ വെച്ചാൽ ഇപ്പം ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇവൻ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു മോഡലാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് 4 പെർസ്പെക്റ്റീവ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, വ്യൂസ്, ഡിഫറെൻറ്റ് വ്യൂസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ 4 പെർസ്പെക്റ്റീവ്സ് ആണുള്ളത്. എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇൻറ്ററാക്ഷൻ പെർസ്പെക്റ്റീവ് ഉണ്ട്, സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് ആൻഡ് ഫൈനലി ദ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്. അങ്ങനെ ഇങ്ങനെ 4 പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, സിസ്റ്റം മോഡൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു UML ചെറിയൊരു പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു മോഡ്യൂളായിട്ട് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞാൽ UML എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ മോഡലിംഗ് ലാംഗ്വേജ്. മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഉണ്ടാവുക. നോർമലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് UML എന്ന് പറയുന്നത്. അതിൽ ഐവർ ജാക്കബ്സൺ എന്നൊക്കെ പറയുന്ന കുറച്ച് ഓതേഴ്സ് ഉണ്ട്, ഞാൻ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ. ഐവർ ജാക്കബ്സൺ എന്നൊക്കെ പറയുന്ന ആളാണ് ഈ ഒരു UML. ഇത് കുറേ കാലത്തെ വർക്കിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ജനറേറ്റ് ചെയ്തത്. കുറേ ഇയേഴ്സ് ഓഫ് എന്താ പറയുക, ഇയേഴ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് വർക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഡെവലപ്പായി വന്നിട്ടുള്ളത്. അപ്പം അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇല്ല, പക്ഷെ ജസ്റ്റ് പറയാം. അപ്പം അങ്ങനെ ഒരു ലാംഗ്വേജാണ് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സിനെയൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് UML എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ലേ. ഓക്കെ,
നമ്മൾ ഇങ്ങനെയുള്ള മോഡൽസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ദർ ആർ 3 ways in which graphical models are commonly used. നമ്മൾ ഗ്രാഫിക്കൽ മോഡൽസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അല്ലേ, മോഡലാണല്ലോ. അപ്പം 3 കാര്യത്തിനാണ്, അല്ലെങ്കിൽ ഐ മീൻ 3 മെത്തേഡ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ആസ് എ വേ ടു സ്റ്റിമുലേറ്റ് ആൻഡ് ഫോക്കസ് ഡിസ്കഷൻ അബൌട്ട് ആൻ എക്സിസ്റ്റിംഗ് ഓർ പ്രപ്പോസ് സിസ്റ്റം. ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്കഷന് വേണ്ടിയിട്ട്, അതായത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും പ്രപ്പോസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുമ്പം അത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, അതിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, മോഡൽസ് യൂസ് ചെയ്യും. The purpose of the model is to stimulate and focus discussion among the software engineers involved in developing the system. And the models may be incomplete and they may use the modeling notation informal. ജസ്റ്റ് അപ്പം എന്താണ് ഈ ഒരു പേർപ്പസിന് വേറെ ഒന്നുമില്ല, എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രപ്പോസ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതത്ര എന്താവണമെന്നില്ല, കംപ്ലീറ്റ് ആവണമെന്നില്ല, അതിൻ്റെ നൊട്ടേഷൻസൊക്കെ ഫോർമൽ നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാം ഒരു കേസ്. രണ്ടാമത്തെ കേസ്, ആസ് എ വേ ഓഫ് ഡോക്യുമെൻറ്റിംഗ് ആൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം. വെൻ മോഡൽസ് ആർ യൂസ്ഡ് at documentation, they do not have to be complete, as you may only need to use models to document some parts of a system. രണ്ടാമത്തെ കേസ് എന്താണ്, നമ്മൾ പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എൻജിനീയേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, they use the models either to ഒന്നെന്തിനാണ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടും രണ്ടാമത് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മോഡൽസ് യൂസ് ചെയ്യും. അവിടെ എന്താവണമെന്നില്ല, ഈ മോഡൽസ് കംപ്ലീറ്റ് ആവണമെന്ന് നിർബന്ധമില്ല, എല്ലാ കാര്യവും അതിൽ ഇൻക്ലൂഡ് ആവണം നിർബന്ധമില്ല. കാരണം ജസ്റ്റ് ആ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവിടെ മതി. ഓക്കെ. And third one is as a detailed system description and can be used to generate a system implementation. നേരത്തെ പറഞ്ഞ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, മോഡൽസ് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ എന്താ ഉണ്ടാവേണ്ടത്, നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇത് വേണം, അതായത് കംപ്ലീറ്റ് ആയിരിക്കണം. കാരണം എന്താണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ് അല്ലേ. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് അതിലുണ്ടാവണം. ആ മോഡൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവുകയും വേണം, എല്ലാം കറക്റ്റായിരിക്കണം. നേരത്തെ പറഞ്ഞ 2 കേസിൽ നമ്മൾ പറഞ്ഞു അത് ഇൻകംപ്ലീറ്റ് ആയ കുഴപ്പമില്ല, ആൻഡ് അത് ഫുള്ളി കറക്റ്റ് ആവണം. ഫോർമൽ കംപ്ലീറ്റ് എന്താ പറയുക, ഇൻഫോർമൽ ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ. കംപ്ലീറ്റ് ഫോർമൽ നൊട്ടേഷൻ തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം അത് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്തിനാണ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യാണ് അല്ലേ. സോ ദ മോഡൽ മസ്റ്റ് ബി കംപ്ലീറ്റും ആയിരിക്കണം ആൻഡ് കറക്റ്റും ആയിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദ മോഡൽ മസ്റ്റ് ബി കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ്. അതിൻ്റെത് ആസ് എ ഡീറ്റെയിൽ സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ് ടു ജനറേറ്റ് എ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ where models are used as part of a model-based development process. The system models have to be both complete and correct. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മോഡലാകുമ്പോൾ അത് കംപ്ലീറ്റും കറക്റ്റും ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ പേരുകൾ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞ പേരില്ലേ, UML എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത 3 ആൾക്കാരുണ്ട്. റംബഗൻ ഫസ്റ്റിലൊരു സംഭവം ഉണ്ട്, ഞാൻ മറന്നുപോയി. പിന്നെ ഐവർ ജാക്കബ്സൺ, അതുപോലെ ഡാനി ബുഷ്, അങ്ങനെ എന്തോ ആയിരുന്നു ഫസ്റ്റ്. അങ്ങനെ 3 ആൾക്കാരാണ് ആക്ച്വലി ഈ UML എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് പുറത്തേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ഇതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫൈനലി ഇങ്ങനൊരു UML എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആയിട്ട് 2004 ഇത് പുറത്തിറക്കിയത് ഈ ഒരു 3 ആൾക്കാരാണ് അതിൻ്റെ അണ്ടറിലുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ UML യൂസ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഡയഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് അടുത്ത മോഡലിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് തോന്നുന്നു, ജസ്റ്റ് പറഞ്ഞുതരാം. അതിൽ UML യൂസ് ചെയ്യുന്ന കുറച്ച് ഡയഗ്രാംസ് ആണ് ആക്ടിവിറ്റി ഡയഗ്രാംസ്, യൂസ് കേസ് ഡയഗ്രാംസ്, സീക്വൻസ് ഡയഗ്രാംസ്, ക്ലാസ് ഡയഗ്രാംസ് ആൻഡ് സ്റ്റേറ്റ് ഡയഗ്രാംസ്. ഈ ഓരോ ടൈപ്പ് ഓഫ് ഡയഗ്രാം ഓരോ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. ഒരു സിസ്റ്റം ഉണ്ടാകുമ്പം ആ സിസ്റ്റത്തിനുള്ളിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്
എന്തൊക്കെയാണ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രത്തിന് നമ്മൾ എന്ത് പറയുക, ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയാം. പിന്നെ രണ്ടാമത് പറയുകയാണ് യൂസ് കേസ് ഡയഗ്രാം. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ യൂസേഴ്സ് ആയിരിക്കും. ആരൊക്കെയാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രത്തിനാണ് നമ്മൾ എന്ത് പറയുക, യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒന്നാണ് സീക്വൻസ് ഡയഗ്രാം. സീക്വൻസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് തന്നെയാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആക്ടേഴ്സും അതുപോലെ സിസ്റ്റവും അതിൻ്റെ കമ്പോണൻസിൻ്റെ ഒക്കെ ഇടയിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റീനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഡയഗ്രത്തിനാണ് എന്ത് പറയുക, സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ക്ലാസ് ഡയഗ്രാം. ക്ലാസ് ഡയഗ്രത്തിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ, റിലേഷൻഷിപ്പ് ഈ ക്ലാസ്സുകളുടെ ഇടയിൽ, അതിൽ ഈ ക്ലാസ് ഡയഗ്രത്തിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് അതിൽ വരുന്നത് നമ്മുടെ ഇൻഹെറിറ്റൻസ് ആണ് വരിക, ഇൻഹെറിറ്റൻസിൻ്റെ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് വരുന്നത് നമ്മുടെ അവിടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ് ആണ്. അപ്പം ഇൻഹെറിറ്റൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അസോസിയേഷൻ ആയിക്കോട്ടെ, രണ്ടിൽ എന്താ ഉള്ളത്, ഈ ക്ലാസ്സുകൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അല്ലേ. സോ ഇവിടെ ക്ലാസ്സസ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ്, ഇപ്പം നമ്മുടെ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ എന്താണ്, സൂപ്പർ ക്ലാസ്, സബ് ക്ലാസ്, അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാകും അല്ലേ. അതുപോലെ തന്നെ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന നോർമലി DBMSലൊക്കെ പഠിക്കുന്ന റിലേഷൻ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, അതിൽ നമ്മൾ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സ് അല്ലേ കാണിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും. അപ്പം ഈ ക്ലാസ് ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്, ദ അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ക്ലാസ്സസ് ആണ് കാണിക്കുക. പിന്നെ വരുന്നതാണ് സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഓരോ സമയത്ത് ഓരോ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, പല സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ UMLൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണ്. ഇപ്പോൾ ഒരു മോട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കാറ് ഇനീഷ്യലി ഒരു കാർ എന്ന് പറഞ്ഞാണ് നമ്മുടെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതാണെങ്കിൽ കാറ് ഇനീഷ്യലി എന്തായിരിക്കും, ഒരു നിർത്തിയിട്ട സ്റ്റേറ്റിലായിരിക്കും അല്ലേ. പിന്നെ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് മൂവ് ചെയ്യും, പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതെന്താണ്, ഈ കാർ ഓരോ സമയം എന്താണ്, ഓരോ സ്റ്റേറ്റിലാണുള്ളത്. ഇനീഷ്യലി അതൊരു എന്താ ഓഫ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പായിട്ട് ഒരു സ്റ്റേറ്റിലായിരുന്നു. പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ ആക്കി അത് സ്റ്റാർട്ട് ചെയ്ത് അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോയി മൂവ് അല്ലേ, കാർ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് വേറെ സ്റ്റേറ്റായി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തു, അപ്പോൾ അത് വേറെ സ്റ്റേറ്റ്, അത് എന്തായി സ്റ്റോപ്പിലേക്ക് വരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തൊരു സാധനം എടുക്കുകയാണെങ്കിലും, എന്തൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിലും അതിന് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ കാറ് തന്നാലെ മൂവ് ചെയ്യില്ല അല്ലേ, കാറിന് നമ്മളെന്തെങ്കിലും അത് കീയിട്ട് അത് തുറന്ന് നമ്മൾ ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഒക്കർ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ആക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഒക്കർ ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് എന്ത് കാര്യമാണെങ്കിലും പോവുക, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, ആൻഡ് വാട്ട് ആർ ദി ട്രാൻസിഷൻ, അല്ലെങ്കിൽ ഹൗ വാസ് ദ ട്രാൻസിഷൻ ഒക്കറിങ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രാമാണ് എന്ത്, നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ UML ഇത്രയും ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഡയഗ്രാംസ് ആണ് ഉള്ളത്. ആക്ടിവിറ്റി ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം ആൻഡ് സ്റ്റേറ്റ് ഡയഗ്രാം. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നും വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിന് മോഡൽ ചെയ്യുന്നത്.